അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ മദ്യപന്മാർക്ക് എങ്ങനെ പണി കിട്ടും? കേൾക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ബന്ധം എന്ന് തോന്നാം. എന്നാൽ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഗൾഫിലെ യുദ്ധം കാരണം ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഭക്ഷ്യസാധനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഇപ്പോൾ ബിയർ വിലയും കുതിച്ചുയരാൻ പോവുകയാണ്. വരാനിരിക്കുന്ന വേനൽക്കാലത്ത് ബിയറിന് 12 മുതൽ 15% വരെ വില വർദ്ധിപ്പിക്കാനാണ് ബ്രൂവേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കം. ഗ്ലാസ് കുപ്പികളുടെ വിലയിൽ ഉണ്ടായ 20% വരുന്ന വൻ വർധനവാണ് ഇതിന് പ്രധാന കാരണം. വില വർധനവിനായി അംഗങ്ങളായ കമ്പനികളോട് അതത് സംസ്ഥാന സർക്കാരുകളെ സമീപിക്കാൻ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉൽപാദന ചെലവ് കുതിച്ചുയരുന്നത് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് അസോസിയേഷൻ ഡയറക്ടർ ജനറൽ വിനോദ് ഗിരി വ്യക്തമാക്കി. എന്നാൽ യുണൈറ്റഡ് ബ്രൂവറീസ്, അൻഹ്യൂസർ ബുഷ്, കാൾസ്ബർഗ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷമാണെന്ന് നമുക്കറിയാം. US-ഇറാൻ യുദ്ധം 30 ദിവസം പിന്നിടുമ്പോൾ എണ്ണയുടെ മാത്രമല്ല LPGയുടെ വിതരണവും ലോകമെമ്പാടും താളം തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇതിന്റെ പകുതിയോളം കടന്നു വരുന്നത് ഇപ്പോൾ സംഘർഷഭരിതമായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗ്യാസ് വരവ് കുറഞ്ഞതോടെയാണ് കുപ്പികൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായത്. ഗ്ലാസ് കുപ്പികൾ നിർമ്മിക്കുന്ന വമ്പൻ ഫർണസുകൾ പ്രവർത്തിക്കാൻ ഈ ഗ്യാസ് അത്യാവശ്യമാണ്. ഗ്യാസ് ക്ഷാമം കൂടാതെ യുദ്ധം കാരണം ലോജിസ്റ്റിക്സ് മേഖലയിൽ ഉണ്ടായ തടസ്സങ്ങൾ അലുമിനിയം വിതരണത്തെയും ബാധിച്ചു. പാക്കിങ്ങിന് ആവശ്യമായ കാർട്ടണുകൾ, ലേബലുകൾ, ടേപ്പുകൾ എന്നിവയുടെ വിലയും കുതിച്ചു വരികയാണ്. ഉൽപാദന ചെലവ് താങ്ങാനാവാതെ വന്നതോടെ പല ഗ്ലാസ് നിർമ്മാണ കമ്പനികളും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്തു. ഈ പ്രതിസന്ധി വരുന്നത് കൃത്യം വേനൽക്കാലത്താണ് എന്നുള്ളതാണ് വ്യവസായത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിയർ വിറ്റഴിക്കപ്പെടുന്ന ഒരു സമയമാണ് വേനൽക്കാലം എന്നത്. നഗരവൽക്കരണവും ജനങ്ങളുടെ വരുമാന വർധനവും കാരണം അതിവേഗം വളരുന്നതാണ് ഇന്ത്യയിലെ മദ്യവിപണി എന്ന് പറയുന്നത്. 2024 73,800 കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്ന ഈ വിപണി 2030 ഇരട്ടിയാകുമെന്നാണ് വ്യവസായ രംഗത്തെ കണക്കുകൂട്ടലുകൾ. ഈ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിത വിലക്കയറ്റം ഈ മേഖലയ്ക്ക് വലിയൊരു പ്രഹരമായിട്ട് മാറുന്നത്. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഏത് കോണിൽ യുദ്ധം നടന്നാലും അതിന്റെ പ്രത്യാഘാതം നമ്മുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തിനെയും നേരിട്ട് ബാധിക്കുമെന്നതിന്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണിത്. യുദ്ധമെന്ന് അവസാനിക്കുമെന്നോ വിതരണ ശൃംഖല പഴയപടിയാകുമെന്നോ ഒരു ഉറപ്പുമില്ലാത്തതിനാൽ ഈ പ്രതിസന്ധി പെട്ടെന്നൊന്നും തീരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പെട്രോളിനും ഗ്യാസിനും മാത്രമല്ല വൈകുന്നേരങ്ങളിലെ ഒരു ഗ്ലാസ് ബിയറിനും അധിക വില നൽകേണ്ടി വരും. മദ്യപന്മാർക്ക് നിസ്സംശയം പറയാം, ഈ യുദ്ധം ശരിക്കും നമ്മുടെ വെള്ളം കൂടി മുട്ടിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് പറയാം.